വിഷു ദിവസമാണ്. എല്ലാ മലയാളികളും രാവിലെ പടക്കം പൊട്ടിച്ചും കണി കണ്ടും എല്ലാം ഇനി ക്ഷേത്രങ്ങളിലേക്കുള്ള ഒഴുക്കാണ്. നമ്മൾ ശബരിമലയിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ ശിവദാസ് കൻവനം ചേരുന്നുണ്ട്. ശിവദാസേ, ഈ വിഷുദിനം എന്ന് മാത്രമല്ല, ഈ മേടമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത് മുതലേ അവിടെ വലിയ ഭക്തജന തിരക്കാണുള്ളത്. ഇപ്പോൾ വിഷുദിനമാകുമ്പോൾ വിഷുക്കണി ദർശനത്തിന് എത്തിയ ഒരുപാട് ഭക്തരുണ്ടായിരിക്കും. എന്താണ് സന്നിധാനത്ത് നിന്നുള്ള വിഷു വിശേഷങ്ങൾ? അതിര വിഷു ആശംസകൾ. ശബരിമലയിൽ ഇപ്പോഴും ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. വിഷു ദിനം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മലയാളിയുടെ ഏറ്റവും ഒരു കാർഷികോത്സവത്തിൻ്റെ പ്രതീകം കൂടിയാണ് വിഷു. സാധാരണ മേടമാസ പൂജ ഉണ്ടാകുമ്പോൾ തന്നെ നിരവധി ഭക്തർ ഈ സമയത്ത് ശബരിമലയിലേക്ക് എത്തും. മലയാളികളും അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനത്തു നിന്നും ഉള്ള ഭക്തരടക്കം ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 8 ദിവസമാണ്, അതായത് കഴിഞ്ഞ 10-ാം തീയതിയാണ് ശബരിമല നട തുറന്നത്. അതിനുശേഷം എന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നത്. അതായത് വിഷു ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ, പ്രത്യേകിച്ച് മലയാളികളടക്കം കൂടുതൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. നിരവധി ഭക്തർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രത്തോളം വലിയ ഒരു ക്യൂ, നീണ്ട നിര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും ഇന്നലെയുമായി കൂടുതൽ ഭക്തർ ഈ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ 18-ാം തീയതിയാണ് നട അടയ്ക്കുക. അതുവരെയുള്ള ഈ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്തും. ഇന്ന് ശബരിമലയിൽ സന്നിധാനത്ത് വിഷുക്കണി ദർശനം ഉണ്ട്. അതായത് പുലർച്ചെ 4 മണി മുതൽ തന്നെ ദർശനം ഒരുക്കിയിട്ടുണ്ട്, കണി ഒരുക്കിയിട്ടുണ്ട്. ഈ കണി കണ്ടുകൊണ്ടാണ് ഭക്തർ അയ്യനെ തൊഴുത് മടങ്ങുന്നത്. 4 മണി മുതൽ 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. ആ സമയത്ത് തന്നെ ഭക്തർക്ക് വിഷു കൈനീട്ടവും നൽകുന്നുണ്ട്. അതായത് തന്ത്രിയും മേൽശാന്തിയും ആണ് ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകുന്നത്. എല്ലാ വർഷവും ഉള്ള പോലെ തന്നെ ഇത്തവണയും അത്തരത്തിൽ തന്നെയാണ്. ഇതിനുവേണ്ടി പ്രത്യേകമായി ശബരിമല സന്നിധാനവും പരിസരവും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ഭക്തർ വലിയൊരു ആത്മസംതൃപ്തിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വിഷു ദിനത്തിൽ ശബരിമലയിൽ എത്തുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ആഗ്രഹ സാഫല്യം തന്നെയാണ്. കാരണം മലയാളികളെ സംബന്ധിച്ച് വിഷു എന്ന് പറയുമ്പോൾ അത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു അടയാളം കൂടിയാണ്. ഈ ദിവസത്തിൽ ശബരിമല സന്നിധാനത്ത് എത്തുക എന്ന് പറയുമ്പോൾ, അയ്യന് മുന്നിൽ ഈ പ്രത്യേക ദിവസം എത്തുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് വലിയൊരു പുണ്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് മലയാളികൾ കാണുന്നത്. ഈ പുണ്യദിനത്തിൽ അയ്യനെ ദർശിച്ച് വിഷുക്കണി സന്നിധാനത്ത് നിന്നും കണ്ട് വിഷുക്കൈ നീട്ടം ശബരിമല മേൽശാന്തിയിൽ നിന്നും തന്ത്രിയിൽ നിന്നുമൊക്കെ വാങ്ങി അവർ മടങ്ങുമ്പോൾ അത് അവർക്ക് ജീവിതത്തിൽ വലിയ ഒരു സായുജ്യമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമലയിൽ ഈ വിഷു ദിനത്തിൽ ഇങ്ങനെ കൂടുതൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ സന്നിധാനത്ത് ഇതിൻ്റെ ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെ സന്നിധാനത്ത് വിഷുക്കണി ദർശനം കാണുന്നതിന് വേണ്ടി നിരവധി ഭക്തർ ഇവിടെ എത്തിയിരുന്നു. ആ ഭക്തരുടെ ഒരു നീണ്ട നിര, പ്രത്യേകിച്ച് മലയാളികൾ മാത്രമല്ല സന്നിധാനത്ത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതര സംസ്ഥാനത്ത് നിന്ന് അടക്കം നിരവധി സ്വാമിമാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വിഷുവിൻ്റെ പ്രാധാന്യവും അവർക്ക് ഇവിടേക്ക് വരുന്ന ഓരോ ഭക്തർക്കും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തരാണെങ്കിൽ പോലും അവർക്ക് ഈ വിഷുവിൻ്റെ പ്രാധാന്യമൊക്കെ അവർക്ക് അറിയാം. അത്തരത്തിലുള്ള നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർ വിഷുക്കണി കണ്ട് എല്ലാവരും തമിഴ്നാട്. It's very happy wish you everyone. Happy wish you super. Happy wish super. Super. Tirupur, Tamil Nadu, Tirupur. Happy wish you. തമിഴ്നാട്ടിൽ നിന്നും വന്ന സ്വാമിമാരാണ് നമ്മൾ കണ്ടത്. അവർ ഹാപ്പി വിഷു പറയുന്നത് എല്ലാ മലയാളികൾക്കും, അതായത് മലയാളികൾ മാത്രമല്ല, മലയാളികൾക്ക് വേണ്ടി ഹാപ്പി വിഷു പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ഭക്തരുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിയ ഭക്തരുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ ഭക്തർക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്തരത്തിൽ നിരവധി ഭക്തരാണ്. പ്രത്യേകിച്ച് ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായ ഈ വിഷു ദിനത്തിൽ സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷം നമുക്ക് കാണാൻ കഴിയും. സന്നിധാനത്ത് എത്തിയതിൻ്റെ, അയ്യൻ്റെ മുന്നിലേക്ക് എത്തിയതിൻ്റെ സന്തോഷമൊക്കെ നമുക്ക് എല്ലാവരുടെയും മുഖത്ത് കാണാൻ. ഹാപ്പി വിഷു. ഞാനിവിടെ നാട്ടിലെ തൃശ്ശൂരാ. ഈ വിഷു നല്ലതാ, കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ലൊരു സന്തോഷമുണ്ട്. വീട്ടിലാഘോഷം ഇപ്പോൾ പോവും, വൈകിട്ട് എത്തും ഞങ്ങൾ. സീസണിൽ അല്ല, ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. വിഷുവിൻ്റെ ഈ സമയത്ത് സന്നിധാനത്തെ അയ്യനെ കാണാൻ ഭയങ്കര പുണ്യല്ലേ. അതിനായിട്ട് വിഷു കണ്ടി വേറെ ഒന്നുമില്ല. അതിന് ലോകത്തിലല്ലേ വേറെ ഒന്നുമില്ല. മൂപ്പനെ കാണാൻ വേണ്ടി നിൽക്കുക ഞങ്ങൾ. കുറേ നേരമായി 2 മണിക്കൂറായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ.
അങ്ങനെയുള്ള ഒരു പുണ്യദിനത്തിൽ കാണാന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ ഒരു വാക്കില്ല, അതങ്ങനെയാണ്. അതാണ് ആ തത്വസ്മിയുടെ ഒരു മഹത്വം. സന്തോഷം എല്ലാവരും ഭാഗത്തുണ്ട്, വിഷുക്കണി എല്ലാം കാണും. തീർച്ചയായും അതാണ് മലയാളികൾ അടക്കമുള്ള ആളുകളുണ്ട് വലിയ സന്തോഷത്തിലാണ്. അവരുടെ മുഖത്ത് ആ ഐശ്വര്യത്തിൻ്റെ ഒക്കെ ഒരു പ്രതീകം അല്ലെങ്കിൽ ആ അടയാളമൊക്കെ നമുക്ക് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ വിഷു ദിനത്തിൽ ഇവിടെ ശബരിമല സന്നിധാനത്ത് എത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു പുണ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അയ്യൻ്റെ മുന്നിൽ അവർ എത്തുന്നു. പ്രത്യേകിച്ച് ഇത്രത്തോളം വളരെ പ്രാധാന്യമുള്ള മലയാളികളുടെ ഒരു കാർഷിക ഉത്സവം കൂടിയായിട്ടുള്ള വിഷു, ഈ വിഷു ദിനത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം തന്നെ അടയാളം കൂടിയായിട്ടുള്ള ഈ മേടമാസ പുലരിയിൽ ഇവിടേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഇങ്ങോട്ട് എത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടി ആണ് അവർ ഇവിടേക്ക് എത്തുന്നത്. ചില നിയന്ത്രണങ്ങൾ ഒക്കെ ഉണ്ട്, അതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ടാണ് മലയാളികൾ ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും വിഷു ദിനത്തിൽ ഇവിടെ നിരവധി ഭക്തർ ഈ സന്നിധാനത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വിഷുക്കണി കാണുന്നുണ്ട്, വിഷു കൈനീട്ടം സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് വളരെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് അവർ ഇവിടെ നിന്നും ശിവദാസിനും വിഷു ആശംസകൾ. ജനം ടിവിയുടെ ആശംസകൾ അവിടെയുള്ള എല്ലാവരെയും അറിയിക്കുക. അയ്യനെ കാണുക എന്ന് പറയുന്നത് തന്നെ പുണ്യമാണ്, വിഷു ദിവസം കാണാൻ കഴിയുക എന്ന് പറയുന്നത് അതിലേറെ പുണ്യമാണ്. ഇനി നമ്മൾ ഗുരുവായൂരിലേക്കാണ് പോകുന്നത്. അവിടെ സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വിഷു ദിവസം ഗുരുവായൂരപ്പൻ്റെ മണ്ണിലെത്തുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അന്നേ ദിവസം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സാനുവിൻ്റെ ഒരു ഭാഗ്യവും ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഗുരുവായൂരിലെ വിശേഷങ്ങൾ? വിഷുക്കണി ദർശനം ഗുരുവായൂരിൽ നിന്ന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യമാണെന്നാണ് വിശ്വാസം. അതിനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ 2 ദിവസം മുൻപേ ഓടിയെത്തുന്നതാണ് ഗുരുവായൂരിലേക്ക്. അപ്പോൾ എന്താണ് ഗുരുഭവനപുരിയിൽ നിന്നുള്ള ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് നിന്നുള്ള അവിടുത്തെ ഭക്തരുടെ വിശേഷങ്ങൾ പങ്കുവെക്കൂ സാനു. ഇന്ന് പുലർച്ചെ 2:55 മുതൽ അതേപോലെ തന്നെ 3:55 വരെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ കണിദർശനമുണ്ടായിരുന്നത്. കണിദർശനത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഇന്നലെ തന്നെ കാലേക്കൂട്ടി തന്നെ നൂറുകണക്കിന് ഭക്തർ ഇവിടെ ഉണ്ടായിരുന്നു. പുലർച്ചെ 2:30 മേൽശാന്തി TM നാരായണൻ നമ്പൂതിരി ശ്രീലകവാതിൽ തുറന്ന് ആദ്യം ഗുരുവായൂരപ്പനെയാണ് കണി കാണിച്ചത്. ശേഷമാണ് ഈ ഭക്തർക്കുള്ള കണിദർശനമുണ്ടായിരുന്നത്. പീതാംബരപ്പട്ടണിഞ്ഞ് ഓടക്കുഴലുമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണനെയും സ്വർണ്ണസിംഹാസന തങ്കത്തിടമ്പും ഒക്കെ കണ്ട് ഭക്തർ സായുജ്യമടഞ്ഞു. വലിയ ഭക്തജന തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ എല്ലാ വഴികളിലും ഈ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തൊക്കെ ഭക്തർ ദർശനം കഴിഞ്ഞ് പിന്നെയും ഒന്നുകൂടി വന്ന് തൊഴുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഭക്തർ കാണിക്ക സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഭഗവാനുള്ള മാല, അതേപോലെ തന്നെ താമരപ്പൂക്കൾ അടക്കം കൊണ്ടുവന്ന് ഇവിടെ, അതായത് ഉള്ളിൽ കയറി തൊഴുന്നതിന് ബുദ്ധിമുട്ടുള്ള ഭക്തർ അല്ലെങ്കിൽ ഈ തിരക്കിനോടനുബന്ധിച്ച് ഉള്ളിൽ കയറുന്നതിന് ബുദ്ധിമുട്ടുള്ള ഭക്തരടക്കം ഇവിടെ വന്നാണ് ഈ കാണിക്ക സമർപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഗുരുവായൂരിനെ കുറിച്ച് പറയുമ്പോൾ ഈ വിഷു ദിവസം ഗുരുവായൂരിലേക്ക് വലിയ തോതിൽ ഭക്തരെത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. കാരണം ഈ വിഷു ദിവസം ഉണ്ണിക്കണ്ണനെ കണ്ട് ഗുരുഭവനപുരിയിലെത്തി ദർശനം നടത്തി പോവുക എന്നുള്ളത് വലിയ മഹാഭാഗ്യമായിട്ടാണ് ഭക്തർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഈ ഗുരുവായൂരിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഈ ഗുരുവായൂരിലെ ഈ കണി ദർശനവുമായി ബന്ധപ്പെട്ട് വിഷു ദിവസത്തിലെ ഈ ദർശന ക്രമീകരണവും അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം അനുസരിച്ചായിരിക്കും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവുക. സാധാരണ നിലയിൽ ഗുരുവായൂരിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ക്യൂ സംവിധാനമൊന്നുമില്ലാതെ ഏത് സമയവും കയറി ദർശനം നടത്താവുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയൊക്കെ ഈ ഒരു ഭക്തരുടെ തിരക്ക് അനുസരിച്ചുകൊണ്ട് അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഈ എത്രത്തോളം ഭക്തരുടെ ബാഹുല്യം ഉണ്ടാവുന്നു അതിനനുസരിച്ച് ഈ നാട്ടിലുള്ള ഭക്തരുടെ ദർശനത്തിനും പ്രത്യേകം ക്രമീകരണം ഏർപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഈ കണിദർശനത്തിന് ശേഷം ഈ സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും നടക്കുന്ന പൂജാവിധികൾ ഇന്നും ഉണ്ടാകും. വാകച്ചാർത്ത് അടക്കമുള്ള ചടങ്ങുകൾ ഇന്ന് സാധാരണ നിലയിൽ തന്നെ നടക്കും. അതിനൊരു തടസ്സവുമില്ലാതെ ആയിരിക്കും മറ്റ് ക്രമീകരണങ്ങൾ ഉണ്ടാവുക. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണിദർശനം ആരംഭിക്കുന്നത് ഏത് സമയത്തും വന്ന് ഭക്തർക്ക് തൊഴാനും അവിടെ നിൽക്കാനും അത് കാണാനും ഒക്കെയുള്ള പ്രത്യേക സൗകര്യമുണ്ടെങ്കിൽ ഗുരുവായൂരിൽ അത് 1 മണിക്കൂർ മാത്രമായിട്ടാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. 2:55 ആരംഭിച്ചിട്ടുള്ള കണിദർശനം 3:55 തന്നെ അവസാനിക്കുകയായിരുന്നു.
അതിനുശേഷം ഈ കണിദർശനം ഉണ്ടായിരിക്കില്ല. പതിവ് പൂജകൾ മാത്രമായിരിക്കും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. എന്തായാലും ഈ കണിദർശനത്തോടനുബന്ധിച്ച് വിഷുവിനോടനുബന്ധിച്ച് ഗുരുഭവനപുരിയിൽ ഈ ഭക്തരെ കൊണ്ട് നിറയുകയാണ്. എല്ലാ വഴികളും ഗുരുവായൂരിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും നമുക്ക് ഭക്തരോട് തന്നെ ചോദിക്കും, ഈ വിഷു ദിവസം എവിടുന്നാണ് വരുന്നത്? കണിദർശനമൊക്കെ നടത്തിയോ? എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട് വടകര. ഇന്നലെ വന്നോ അതോ ഇന്ന് രാവിലെയാണ്? കണ്ടോ? കണ്ണനെ കണ്ടോ? കണ്ട് നല്ല വണ്ണം കണ്ട്. പുലരി തന്നെ കണ്ണനെ കണ്ടത് സന്തോഷായി. ഇന്നലെ കണ്ടു. ആദ്യമായിട്ടാണ് ഈ വിഷു ദിവസം ഇങ്ങനെ? വിഷു ദിവസം ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് പ്രതീക്ഷിച്ച് വരാറില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നലെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. പക്ഷെ ഇന്നലെ നല്ല തിരക്കായിരുന്നു, കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കണിയും കണ്ടു. അതുപോലെ തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അവർ കോഴിക്കോട് വടകരയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സന്തോഷം. രാവിലെ കണ്ണനെ കാണുന്നു, ഒപ്പം തന്നെ കണി കാണുന്നു. ആ ഒരു സന്തോഷം അവർക്ക് ഒരു വർഷം, ഇനി വരുന്ന ഒരു വർഷക്കാലം അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്ര പരിസരവും ഭക്തരെ കൊണ്ട് നിറയുകയാണ്. അതേപോലെ തന്നെ കണി കാണാൻ, അതായത് ഈ 1 മണിക്കൂർ മാത്രമാണ് ഈ കണി ദർശനത്തിന് ക്രമീകരണം ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം ഈ ഒരു ദിവസം മേടപ്പുലരിയിൽ തന്നെ വന്ന് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഭക്തർ ക്യൂവിലുണ്ട്. എല്ലാ ക്യൂവിലും, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ നടകളിലും സമാന നിലയിൽ തന്നെയുള്ള തിരക്കുണ്ട്, സമാന നിലയിൽ തന്നെയുള്ള ക്യൂ ഉണ്ട്. ഈ ക്യൂ കോംപ്ലക്സുകളും കടന്ന് റോഡിലേക്ക് വരെ നീളുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ഈ നേരം പുലരുന്നതോടുകൂടി, കൂടുതൽ സമയമാകുന്നതോടുകൂടി ഈ ഒരു തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികളടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഗുരുവായൂരാകെ ഒരു ഭക്തിമയത്തിലേക്ക്, ഭക്തിയുടെ നിർവൃതിയിലേക്ക് ഈ വിഷു ദിവസം മാറുകയാണ്. ശരി സാനുവിനും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് തലസ്ഥാനത്തേക്കാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകൾക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുക, ഭഗവാനെ കാണുക എന്നുള്ളതാണ് വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമേ, ഈ പത്മനാഭസ്വാമിയെ ഇന്ന് കാണാൻ എല്ലാ ദിവസവും തിരക്കാണ്. അപ്പോൾ വിഷു ദിവസം പ്രത്യേക തിരക്കായിരിക്കും. എന്താണ് അനന്തപുരിയിലെ വിഷു വിശേഷങ്ങൾ? ശ്യാം. ആതിര, ഗുഡ് മോർണിംഗ്. വിഷു ആശംസകൾ ആദ്യമേ തന്നെ. എന്തായാലും കണ്ണനെ കണി കണ്ടുണരുന്ന മലയാളികളെല്ലാം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും എത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ കണി കാണുന്നതിന് തിരക്കിൽ തന്നെയാണ് ഇവിടെ ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാവരും തന്നെ. രാവിലെ തന്നെ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, രാവിലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. പത്മനാഭസ്വാമിയുടെ അടുത്ത് തന്നെ ഒരുക്കിയിരിക്കുന്ന കണി ദർശനം കാണാനായിട്ട് തന്നെയാണ് ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു തിരക്ക് തന്നെയാണ്. നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു തിരക്ക് തന്നെയാണ് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. രാവിലെ 3 മണിയോടുകൂടി തന്നെ കണിദർശനം ആരംഭിച്ചിരിക്കുന്നു. അതിനുശേഷം 3:07 വരെ കണിദർശനം നീണ്ടു നിൽക്കുകയും 8 മണിയോടുകൂടി തന്നെ പ്രത്യേക പൂജാ ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുകയും അഭിഷേകമടക്കമുള്ള ചടങ്ങുകളെല്ലാം തന്നെ ആ സമയത്ത് ആരംഭിക്കുകയും ചെയ്യും. അതിനുശേഷം 8:30 തന്നെ വീണ്ടും ഭക്തർക്ക് ദർശനം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തുടങ്ങുകയും ചെയ്യും. ഉച്ചവരെ 12-12:30 വരെ ഇത് നീണ്ടു നിൽക്കുകയും ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇതിനുശേഷം വൈകിട്ട് 4:30 തന്നെയാണ് വീണ്ടും ക്ഷേത്രം തുറന്ന് മറ്റ് പൂജാ ചടങ്ങുകളിലേക്ക് കടക്കുക. എന്തായാലും നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാലമ്മയുടെ മണ്ണ, ഒപ്പം തന്നെ കരിക്കകത്തമ്മ, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ഇതെല്ലാം തന്നെയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണി ദർശനത്തിന് ശേഷം ഭക്തർ മറ്റ് ക്ഷേത്രങ്ങളിലും കണി കാണുന്നതിനുള്ള തിരക്കിൽ തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷുവിൻ്റെ ആ ഒരു മൂഡിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. പ്രധാനമായും രാവിലെയോടുകൂടി തന്നെ, പുലർച്ചയോടുകൂടി തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരുടെ എല്ലാം തന്നെ ഒരു ഒഴുക്ക് തന്നെയാണ്. പ്രധാനമായും കണി കണ്ടുണരാനും ഒപ്പം തന്നെ കൈനീട്ടം കൈമാറുന്നതിൻ്റെ തിരക്കിലാൽ തന്നെയാണ് മുതിർന്നവരെല്ലാം തന്നെ കുടുംബത്തിലെ ഇളയ തലമുറകൾപ്പെട്ടവർക്ക് ഈ കൈനീട്ടം കൈമാറിക്കൊണ്ട് അങ്ങനെ ഒരു പൊൻകണി കൂടി നേർന്നു, വിഷു ആശംസകൾ നേർന്നുകൊണ്ട്, പരസ്പരം വിഷു ആശംസകൾ നേർന്നുകൊണ്ടും കുടുംബാംഗങ്ങളെല്ലാം തന്നെ സന്തോഷം പങ്കിടുന്ന കാഴ്ച. ഒപ്പം തന്നെ കണി കണ്ട് ഉണർന്നതിന് ശേഷം വിഷു സദ്യ അടക്കമുള്ള ക്രമീകരണങ്ങളിലേക്കെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. വിഷു സദ്യ ഒരുക്കങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വർഷക്കാലം നിലനിൽക്കുന്ന സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വിഷുക്കാലം കൂടി വരുമ്പോൾ മലയാളികൾ അത് സമൃദ്ധമായി തന്നെ ആഘോഷിക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ് ഈ നിമിഷവുമെല്ലാം തന്നെ. എന്തായാലും പത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്ന്, അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിൽ നിന്നും ഇത്തരത്തിൽ പോകുമ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണയും വിഷു ആഘോഷത്തിൽ മലയാളികളെല്ലാം തന്നെ തിരക്കിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ സമയവും. ശരി ശ്യാമിനും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലബാറുകാർക്കാണ് വിഷു ആഘോഷം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ ഈ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലേക്ക് പോകുമ്പോൾ അവരുടെ വിഷു ആഘോഷം കൂടുതൽ, അതായത് ഓണത്തേക്കാൾ ഒരു പക്ഷേ അവർ
വിഷു ആയിരിക്കും ആഘോഷിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്നും മലബാറിലെ വിഷു വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രമ്യ ദാസ് ചേരുകയാണ്. രമ്യ നിൽക്കുന്നത് തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ വിഷു വിശേഷങ്ങൾ, ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, പറയൂ. അശ്വതി, പുലർച്ചെ 3 മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ മീൻചന്തയിലുള്ള തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ പുലർച്ചെ 3 മുതൽ തന്നെ ഭക്തർക്ക് വിഷു കണി കാണാനും അതുപോലെ തന്നെ ദർശനത്തിനൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നിരവധി ഭക്തരാണ് ഇവിടെ ഈ വിഷുവിനനുബന്ധിച്ച്, അതായത് വിഷുക്കണി കാണാൻ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനൊക്കെ എത്തിയിരിക്കും. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. നിരവധി പേരുണ്ട്. വലിയ ക്യൂ തന്നെയാണ് ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തരുടെ ഉള്ളത് പുലർച്ചെ 3 മുതൽ തന്നെ. കാരണം നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷു എന്ന് വെച്ചാൽ വളരെ പ്രാധാന്യമുള്ളതാണ് മലബാറുകാർക്ക്. കാരണം ഒരു വർഷത്തെ ഒരു സമൃദ്ധി, ഐശ്വര്യം എല്ലാം കൊണ്ടുവരുന്നത് ഈ വിഷുക്കണിയാണെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ വലിയ ചടങ്ങുകൾ തന്നെയാണ് ഈ വിഷുവിനോടനുബന്ധിച്ച്. കുറേ ദിവസം മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. വിഷുവിൻ്റെ തലേദിവസം കണി ഒരുക്കുക, പുലർച്ചെ കണി കാണുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഒരു വർഷത്തെ ഒരു ഐശ്വര്യമാണ് ഈ വിഷുക്കണി കാണുന്നതിലൂടെ അത് മലബാറുകാർ മാത്രമല്ല മലയാളികൾക്ക് ഉള്ളത്. കാരണം ഒരു വർഷത്തെ ഒരു ഐശ്വര്യം അതുപോലെ തന്നെ സന്തോഷം അതെല്ലാം ഈ വിഷുക്കണിയിലൂടെയാണ് കൊണ്ടുവരിക. കാരണം നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലുള്ളത്. വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ദർശനത്തിനെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ അതിന് ബന്ധപ്പെട്ട ആളുകൾ കൂടി നമ്മോടൊപ്പമുണ്ട്. പുലർച്ചെ തന്നെ തുടങ്ങിയോ ഈ ക്ഷേത്രത്തിൽ കണി ഒരുക്കാനും അതുപോലെ തന്നെ ഭക്തർക്കുള്ള സൗകര്യങ്ങളൊക്കെ? ഇന്ന് ഞങ്ങൾ 3:45 സംഗതി തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിരക്ക് ഇപ്പം പൂജക്ക് ഇപ്പം അടയ്ക്കും കുറച്ച് നേരം. അപ്പം കുറച്ചും കൂടി കൂടും, ആൾക്കാരൊക്കെ കൂടി വരും. ഈ വിഷുവായിട്ട് എന്തെങ്കിലും പ്രത്യേക പൂജകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ? വിഷുവായിട്ട് കണി ഒരുക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ പൂജാ സംവിധാനങ്ങളൊക്കെ സാധാരണയുള്ള പൂജാന്ന് കുറച്ച് കൂടുതലുണ്ടാവും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. പുലർച്ചെ നേരത്തെ തന്നെ കണി ഒരുക്കി ഭക്തർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? അതെ, ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ദക്ഷിണ കൊടുക്കലുണ്ട് എല്ലാ ആൾക്കാർക്കും. ഇപ്പം തീർന്ന് അതിനൊരു പരിധിയുണ്ട്. ഒരു എമൗണ്ട് നിശ്ചയിക്കും എല്ലാ കൊല്ലവും. വരുന്ന ഭക്തർക്ക് വിഷു കൈനീട്ടം കൊടുക്കും. എല്ലാ പ്രാവശ്യവും കൊടുക്കും. ആ കൈനീട്ടം കൊടുത്ത് കഴിഞ്ഞു. അശ്വതി, വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കാരണം വിഷു കൈനീട്ടം, അതായത് ക്ഷേത്രത്തിൽ തൊഴാനൊക്കെ എത്തുന്നവർക്ക് വിഷു കണി കാണാം, അതോടൊപ്പം തന്നെ വിഷു കൈനീട്ടം നൽകുക, അത്തരം ചടങ്ങുകളൊക്കെ മലബാറിൽ പല ക്ഷേത്രങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നിരവധി ഭക്തരാണ്, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. നിരവധി പേരാണ് ക്ഷേത്രത്തിനകത്തേക്ക് ഈ വിഷുവുമായി ബന്ധപ്പെട്ട് വിഷുക്കണി കാണാനും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനൊക്കെ ആയിട്ട് എത്തിയിട്ടുള്ള നിരവധി ഭക്തരുണ്ട്. പുറത്തുനിന്ന് വലിയ ക്യൂ തന്നെയാണ് ക്ഷേത്രത്തിനകത്തേക്ക് ഉള്ളത്. കാരണം ഇത് ഈ കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഈ തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ തന്നെയുണ്ട്. അതായത് ഇത് കോഴിക്കോട് തളി ക്ഷേത്രത്തിന് പുറമെ സാമൂതിരിമാർ പണി കഴിപ്പിച്ച ഒരു ഏറ്റവും പഴക്കം ചെന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഏകദേശം 1400-1500 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ പുരാതനമായൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത്. നിരവധി ഭക്തരാണ് ഈ ഒരു ദിവസം ഇവിടെ ദർശനത്തിനും അതുപോലെ തന്നെ വിഷുക്കണിയൊക്കെ കാണാനെത്തുന്നത്. അതായത് ഒരു വർഷത്തെ ഒരു സമ്പൽ സമൃദ്ധി അതുപോലെ തന്നെ ഐശ്വര്യം ഇതൊക്കെ ഈ ഒരു കണി കാണുന്നതിലൂടെയൊക്കെ എത്തും എന്നുള്ളതാണ് ഈ ഭക്തരുടെയൊക്കെയുള്ള വിശ്വാസം. ഇവിടെ നിരവധി ഭക്തരുണ്ട്, നമുക്ക് അവരോട് കൂടി ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അമ്മേ, വിഷുക്കണി കാണാനും ഒക്കെ ആയിട്ടാണ് ഇന്ന് അമ്പലത്തിലെത്തിയത്? ഞാനിവിടെ അടുത്ത് തന്നെയാണ്, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എല്ലാ കൊല്ലം ഇങ്ങനെ വരാറുണ്ടോ? ഇവിടത്തെ അധികം ഇവിടെ തന്നെ പുലർച്ചയ്ക്ക് ഇവിടെ വരലുണ്ട്. കുറച്ച് സുഖമില്ലാത്തതിനെ കൊണ്ട് പനിയൊക്കെ ആയിരുന്നു, മാറിയപ്പോൾ ഒന്ന് വന്നതാ. ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഓക്കെ, താങ്ക് യു. ശരി, ഇതുപോലെ നിരവധി പേരുണ്ട്. വളരെ വലിയ ഭക്തർ തന്നെയാണ് ഇവിടെ ഈ ഒരു ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത്. വലിയ സജ്ജീകരണങ്ങൾ ഇവർക്ക് സുഗമമായ ദർശനം അതുപോലെ പിന്നെ വിഷുക്കണി കാണാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിരവധി പേരുണ്ട്. എങ്ങനെ കണി കണ്ടോ? ക്ഷേത്രത്തിൽ കയറി കണി കണ്ടു. വലിയ വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അശ്വതി. ശരി രമ്യയ്ക്കും വിഷു ആശംസകൾ. ഇനി നമ്മൾ കോഴിക്കോട്ടെ വിശേഷങ്ങൾക്ക് ശേഷം പോകുന്നത് കൊച്ചിയിലേക്കാണ്.
അവിടെ ഇടപ്പള്ളിയിൽ നിഷ ദിലീപ് കാത്തു നിൽക്കുന്നുണ്ട്. ഇടപ്പള്ളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് നിഷയുള്ളത്. അപ്പോൾ കൊച്ചിക്കാരുടെ വിഷു വിശേഷങ്ങൾ എന്താണെന്ന് നിഷയോട് ചോദിക്കാം. നിഷ, പറയൂ, ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. എന്താണ് കൊച്ചിയിലെ കാഴ്ചകൾ? അതിര വിശ്വാശംസകൾ. എറണാകുളത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ രാവിലെ തന്നെ വലിയ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഇടപ്പള്ളിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. വെളുപ്പിന് 4 മണിയോടുകൂടി വിഷുക്കണി ദർശനം ആരംഭിച്ചിട്ടുണ്ട്. വെളുപ്പിന് 4 മണിയോടുകൂടി തന്നെ ഇവിടെ വിഷുക്കണി ദർശനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വലിയ ആളുകളുടെ, ഭക്തരുടെ വലിയ തിരക്ക് തന്നെയാണ് ഇടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഈ സമയത്തും ഉള്ളത്. എന്തായാലും 10 വരെ ഇവിടെ വിഷുക്കണി ദർശനമുണ്ട്. ഇവിടെ നിന്ന് മേൽശാന്തി ഇവിടെ എത്തുന്ന ഭക്തർക്കെല്ലാം തന്നെ വിഷുക്കൈ നീട്ടം നൽകും. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് വിഷു ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അവിടെയും വിഷുക്കണി ദർശനത്തിനായി നിരവധി ഭക്തർ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലയിലെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളായ തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ഈശ്വര ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനം ഒരുക്കിയിട്ടുണ്ട്. പുലർച്ചെ വീട്ടിൽ കണി കണ്ടെങ്കിൽ പോലും ഈ അമ്പലത്തിലെത്തി ഇവിടെ ഒരുക്കിയിരിക്കുന്ന കണി കണ്ട് മടങ്ങുന്ന രീതിയാണ് ഭക്തർക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് എറണാകുളം ജില്ലയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. ഇപ്പോഴും ആ തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആതിര. ശരി നിഷ, ശരി. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ വിഷുവിശേഷങ്ങൾ കണ്ടു. നേരിട്ട് അവിടെ പോകാൻ കഴിയാത്തവർക്ക് ജനം TV-യിലൂടെ ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രവും ഭഗവാൻ അയ്യൻ്റെ സന്നിധാനവും എല്ലാം കണ്ട് ആസ്വദിക്കാനും ദർശനം നേടിയതിന് പോലെയുള്ളൊരു അനുഭൂതി നേടാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം.